ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കമലേശ്വരത്തെ തിരികെ എത്തുന്ന കരുണ നേരെ കണ്ണൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് കണ്ണേട്ടൻ ഒറ്റയ്ക്കായതിൻ്റെ വിഷമത്തിലാണ് ഞാൻ തിരികെ വന്നത്. കണ്ണേട്ടനോട് ഇങ്ങനെ ഒരു ചതി ചെയ്ത അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് മരിക്കണം, ഇല്ലെങ്കിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മഹിയെയും തൻ്റെ കുഞ്ഞിനെയും കുറിച്ച് കരുണ ശാപവാക്കുകൾ പറയുന്നത് കേട്ട് രക്തം തിളച്ചു പോകുന്നുണ്ട് കേട്ടോ കണ്ണൻ്റെ. പിന്നീട് മേഘൻ സ്വാതിയോട് പറയുന്നുണ്ട്, കണ്ണൻ മഹാലക്ഷ്മി ഉപേക്ഷിച്ചിരിക്കുന്ന ഈ ഒരു അവസരം നമ്മൾ നന്നായിട്ട് തന്നെ ഉപയോഗിക്കണം. ദൈവമായിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു അവസരം കൊണ്ടുവന്നിരിക്കുന്നത്. നീ അവൻ്റെ മനസ്സിൽ കടന്നു കയറാനായിട്ട് ശ്രമിക്കണം. കമലേശ്വരത്തെ സ്വത്തുക്കൾ സ്വന്തമാക്കണമെന്ന് നിനക്കും ആഗ്രഹമില്ലേ? ഇതൊരു താൽക്കാലിക വിവാഹമായിട്ട് നീ കണ്ടാൽ മതി. കണ്ണൻ്റെ കണക്കില്ലാത്ത സ്വത്തുക്കൾ കൈവശം വന്നു ചേർന്നാൽ പിന്നെ നമുക്കവനെ ഒഴിവാക്കാം എന്നെല്ലാം പറയുമ്പോൾ സ്വാതി അതിന് സമ്മതം അറിയിക്കുന്നുണ്ട്. പിന്നീട് കണ്ണൻ മഹിയെ വിളിക്കുകയാണ് കേട്ടോ. കരുണ ഇവിടെ തിരിച്ചെത്തിയെന്ന് കണ്ണൻ പറയുമ്പോൾ അമ്മ പറഞ്ഞ് എല്ലാം അറിഞ്ഞു എന്ന് പറയുന്നുണ്ട് മഹി. ഇങ്ങനെയെങ്കിലും അവളും ഉണ്ണിയും ഒത്തുപോകുന്നെങ്കിൽ ഒത്തുപോകട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി. ഈ സ്വത്തെല്ലാം നമ്മുടെ രണ്ടുപേരുടെയും പേരിലാണ്, ചിലതൊക്കെ തൻ്റെ പേരിൽ മാത്രവും. അതുകൊണ്ട് ഫിനാൻസിയേഴ്സിലും കൺസ്ട്രക്ഷൻ കമ്പനിയിലും തനിക്ക് എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം. ആരെങ്കിലും ഇറങ്ങിപ്പോകാനായിട്ട് തന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് പറയാം ഇറങ്ങിപ്പോകാൻ. എൻ്റെ സ്വത്തുക്കളിൽ എന്നേക്കാൾ അധികാരം തനിക്കാണെന്ന് കണ്ണൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നുണ്ട് കേട്ടോ മഹിയെ. പിന്നീട് ഓഫീസിൽ പോകാൻ ഇറങ്ങുന്ന മഞ്ജുവിനോടായിട്ട് സാഗർ പറയുന്നുണ്ട്, എത്ര ഭംഗിയായിട്ടാണ് തൻ്റെ വീട്ടുകാരെയും കരുണയുടെ വീട്ടുകാരെയൊക്കെ അനന്തുവേട്ടനും കണ്ണൻ സാറും ഒക്കെ കുരങ്ങ് കളിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് വേണം സാഗരേട്ടാ. എൻ്റെ കുഞ്ഞിനെ വരെ ഇല്ലാതാക്കാൻ നോക്കിയവരാണ് എൻ്റെ അമ്മ, അവർക്ക് ഇത് തന്നെ വേണമെന്ന് മഞ്ജു പറയുമ്പോൾ എങ്കിലും കണ്ണൻ സാറ് സൂക്ഷിക്കണം. അപകടം പിടിച്ചവരാണ് കണ്ണൻ സാറിൻ്റെ ചുറ്റും ജീവിക്കുന്നവരെന്ന് പറയുമ്പോൾ കണ്ണേട്ടനും ഏട്ടത്തിയും മനസ്സിൽ ഒരുപാട് നന്മയുള്ളവരാണ്. അതുകൊണ്ട് അവർക്ക് ഒരു പോറൽ പോലും ഏൽക്കില്ല. മേഘനും കരുണേട്ടത്തിയുടെ അച്ഛനുമൊക്കെ എത്ര തവണയാണ് അവരെ രണ്ടുപേരെയും ഇല്ലാതാക്കാൻ നോക്കിയത്, എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? ഇപ്പോൾ ലക്ഷ്മി ഏട്ടത്തി വീണത് പോലും അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു മുന്നറിയിപ്പാണ്. അപകടം പതിയിരിപ്പുണ്ട് എന്നുള്ള പറഞ്ഞ് ദൈവത്തിൻ്റെ ഒരു മുന്നറിയിപ്പാണെന്ന് കരുതാനാണ് എനിക്കിഷ്ടമെന്ന് പറയുന്നുണ്ട് കേട്ടോ മഞ്ജു സാഗറിനോട്. പിന്നീട് കാണിക്കുന്നത് ഉണ്ണി ഫിനാൻസിയേഴ്സിലെത്തുന്നു. എന്നിട്ട് മഞ്ജുവിൻ്റെ ക്യാബിനിൽ കയറി ചെന്നിട്ട് ഉണ്ണി പറയുന്നുണ്ട്, നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ. കണ്ണേട്ടനും അവരും രണ്ട് ധ്രുവങ്ങളിലായി കഴിഞ്ഞു. അതിൻ്റെ ഏറ്റവും വലിയ നേട്ടങ്ങൾ കിട്ടാൻ പോകുന്നത് നമുക്കാണ്. ഇനി നമ്മൾ ആഗ്രഹിച്ചതുപോലെ എല്ലാം തിരിച്ചു പിടിക്കണം. കരുണ തിരികെ എത്തിക്കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് ജനിക്കുന്ന ഒരു കുഞ്ഞിനെ കണ്ണേട്ടന് കൊടുക്കണം എന്നെല്ലാം പറയുമ്പോൾ അതെ സന്തോഷിച്ച് ഒടുവിൽ ദുഃഖിക്കാൻ പോകുന്നത് ആരാണെന്ന് നമുക്ക് കാണാമെന്ന് മനസ്സിൽ ചിരിയോടുകൂടി പറയുന്നുണ്ട് കേട്ടോ മഞ്ജു. പക്ഷേ മഞ്ജു ഉണ്ണിയോടായിട്ട് പറയുന്നുണ്ട്, ഉണ്ണിയേട്ടൻ്റെ മനസ്സിലിരിപ്പൊക്കെ കൊള്ളാം, പക്ഷേ കണ്ണേട്ടനും ഏട്ടത്തിക്കും ഇടയിൽ എന്തെല്ലാം തരത്തിലുള്ള വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാൻ ഞാനില്ല. എനിക്ക് കിട്ടിയ ഈ ജീവിതത്തിൽ എനിക്ക് മനസ്സമാധാനവും സന്തോഷവും ഉണ്ട്. സ്വത്തിനേക്കാളും പണത്തിനൊന്നും അതിനേക്കാൾ മീതെയല്ല എന്ന് ഒരു ജീവിതം കൊണ്ട് ഞാൻ പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് എൻ്റെ മനസ്സിനെ ചൂട് പിടിപ്പിക്കാൻ നോക്കാതെ ഉണ്ണിയേട്ടൻ ചെല്ലാൻ നോക്കുക. അടുത്ത ക്യാബിനിൽ ഒരാൾ ഉണ്ണിയേട്ടനെ കാത്തിരിപ്പുണ്ടെന്ന് മഞ്ജു പറയുമ്പോൾ അത് ആരാണെന്ന് ഉണ്ണി ചോദിക്കുന്നതും ലക്ഷ്മിയേട്ടത്തി തന്നെ കമലേശ്വരം തറവാട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി എന്ന് കരുതി കണ്ണേട്ടനും ഏട്ടത്തിയും തമ്മിൽ നിയമപരമായി വേർപെടുത്തോളം കാലം കൺസ്ട്രക്ഷൻ കമ്പനിയിലും ഫിനാൻസിയേഴ്സിലും എല്ലാത്തിൻ്റെയും നിയന്ത്രണം ഏട്ടത്തിക്ക് തന്നെയാണ് ഉള്ളതെന്ന് മഞ്ജു പറയുമ്പോൾ അത് കേട്ട് കിളിപ്പോയ അവസ്ഥയിലാവുന്നുണ്ട് കേട്ടോ ഉണ്ണി. അങ്ങനെ ഉണ്ണി മനസ്സോടെ ലക്ഷ്മിയുടെ ക്യാബിലെത്തുന്നു. തുടർന്ന് നിങ്ങളെന്താ ഇവിടെ, കണ്ണേട്ടൻ നിങ്ങളെ തറവാട്ടിൽ നിന്നും കണ്ണേട്ടൻ്റെ ജീവിതത്തിൽ നിന്നും തള്ളിക്കളഞ്ഞതല്ലേ ഉണ്ണി എന്ന് ചോദിക്കുമ്പോൾ ഈ ബിസിനസ്സുകൾ മുഴുവൻ അതിൻ്റെ എല്ലാം അധികാരം കണ്ണേട്ടൻ എനിക്കാണ് തന്നിരിക്കുന്നത്. ഞാനും കണ്ണേട്ടനും നിയമപരമായി വേർപിരിയാത്തോടത്തോളം കാലം എല്ലാത്തിൻ്റെയും നിയന്ത്രണം എനിക്ക് തന്നെയായിരിക്കും. നിനക്ക് സംശയമുണ്ടെങ്കിൽ കണ്ണേട്ടനെ വിളിച്ച് ചോദിക്കാം. പിന്നെ നിൻ്റെ മേലുള്ള എൻ്റെ നിയന്ത്രണവും അതേപടി തുടരും. അതുകൊണ്ട് നിൻ്റെ ഭരണമൊന്നും കമലേശ്വരം തറവാട്ടിലുള്ളതുപോലെ ഇവിടെ കമ്പനിയിലോ കൺസ്ട്രക്ഷൻ സൈറ്റിലോ ഒന്നും വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞുകൊണ്ട് നല്ല മറുപടി തന്നെ മഹി ഉണ്ണിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് കണ്ണൻ തൻ്റെ വിവാഹ ആൽബമൊക്കെ എടുത്തു നോക്കുകയാണ്. അപ്പോൾ അതിൽ മഹിയെ കാണുമ്പോൾ മഹിയോടൊപ്പമുള്ള ഓരോ നിമിഷവും കണ്ണൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം തന്നെ മേഘൻ കണ്ണൻ്റെ മുറിയിലേക്ക് കടന്നു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മേഘനെ കാണുമ്പോൾ തന്നെ നീ എന്താ ഇവിടെ, നിന്നോട് ഇവിടേക്ക് കാല് കുത്തരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ, എന്നാ കണ്ണാ
എത്രയൊക്കെ ആയാലും നമ്മൾ ഓരോ കുടുംബക്കാരല്ലേ. ആ മഹാലക്ഷ്മി നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു കയറിയതിന് ശേഷം നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൽ ചില അകൽച്ച വന്നിട്ടുണ്ട് എന്ന് കരുതി നീ എന്തായാലും ഇപ്പോൾ അവളെക്കുറിച്ച് മനസ്സിലാക്കിയല്ലോ, അതെനിക്ക് സന്തോഷമുണ്ടെന്നൊക്കെ മേഘൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ മഹിയെക്കുറിച്ച് പറയുമ്പോൾ കണ്ണന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. നിന്നെ വഞ്ചിച്ച മഹാലക്ഷ്മിയെ നമുക്ക് ചുട്ട് കളയണം എന്ന് മേഘൻ പറയുമ്പോൾ തന്നെ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയാണ് കേട്ടോ കണ്ണൻ. തുടർന്ന് മഹാലക്ഷ്മിയെ നീ ഇപ്പം നിൻ്റെ ജീവിതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു, അതുപോലെ നീ ഒഴിവാക്കി വിടേണ്ട 2 പേര് കൂടിയുണ്ട്. നിൻ്റെ ആത്മാർത്ഥ സുഹൃത്തായ അനന്തവും പിന്നെ ആ സാഗറും. അവരിൽ ആരെങ്കിലും ആണോ മഹാലക്ഷ്മിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ എന്നെനിക്ക് നല്ല സംശയമുണ്ടെന്ന് പറയുമ്പോൾ, എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ ഞാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. എന്തു വേണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നീ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞുകൊണ്ട് മേഘനെ മുറിയിൽ നിന്നും ആട്ടി ഇറക്കി വിടുകയാണ് കേട്ടോ കണ്ണൻ ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് സ്വാതി കമലേശ്വരത്ത് എത്തുന്നു. കണ്ണൻ്റെ മനസ്സിൽ കടന്നു കയറി എങ്ങനെയെങ്കിലും സ്വത്ത് കൈക്കലാക്കാനുള്ള ഗൂഢലക്ഷ്യവുമായിട്ടാണ് കേട്ടോ സ്വാതി എത്തിയിരിക്കുന്നത്. അപ്പോൾ സ്വാതിക്ക് വൻ സ്വീകരണം തന്നെയാണ് കരുണയും ദുർഗയൊക്കെ കൊടുക്കുന്നത്. ദുർഗ പറയുന്നുണ്ട്, കണ്ണൻ്റെ കാര്യങ്ങളൊക്കെ നീ തന്നെ വേണം ഇനി നോക്കാൻ. ദൈവമായിട്ടാണ് നമുക്ക് ഇങ്ങനെയൊരു ഗോൾഡൻ ചാൻസ് കൊണ്ടുവന്ന് തന്നിരിക്കുന്നത്. എന്തായാലും നിനക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ, അതിൽ അപ്പച്ചിക്ക് സന്തോഷമുണ്ട്. നമ്മൾ ദൈവം തന്ന ഈ അവസരം ഒരിക്കലും ബുദ്ധിപൂർവ്വം തന്നെ വിനിയോഗിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് ഒരു ഗ്ലാസ് ജ്യൂസ് സ്വാതിയുടെ കയ്യിൽ ഏൽപ്പിച്ചതിന് ശേഷം പറയുന്നുണ്ട്, അവനിപ്പോൾ മുകളിലുണ്ട്, ഈ ഒരു ഗ്ലാസ് ജ്യൂസ് കൊണ്ടുപോയി അവന് കൊടുക്കണം. എന്നിട്ട് അവൻ്റെ മനസ്സിൽ കടന്നു കയറാനായിട്ട് നീ ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വാതിയെ കണ്ണൻ്റെ മുറിയിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട് ദുർഗയും കരുണയും കൂടിയിട്ട്. അപ്പോൾ കണ്ണനാണെങ്കിൽ ഫയലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാതി വരുന്നത് കാണുമ്പോൾ നീ എന്താ എവിടെയെന്ന് ചോദിക്കുമ്പോൾ, ഇനി കണ്ണേട്ടന് ആരുമില്ല എന്നുള്ള തോന്നലൊന്നും ഉണ്ടാകരുത്. കണ്ണേട്ടൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കാനായിട്ട് ഇനി ഞാനുണ്ട്. കണ്ണേട്ടനെ എനിക്ക് പണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോഴല്ലേ അവൾ കണ്ണേട്ടൻ്റെ ജീവിതത്തിലേക്ക് കടന്നു കയറി വന്നത്. ഞാനൊരിക്കലും കണ്ണേട്ടനെ വിശ്വസിക്കില്ല, കണ്ണേട്ടൻ എന്നെ വിശ്വസിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സ്വാതി ആ ജ്യൂസ് എടുത്ത് കണ്ണൻ്റെ നേരെ നീട്ടുമ്പോൾ ദേഷ്യം നിയന്ത്രണം വിടുന്ന കണ്ണനാണെങ്കിൽ ആ ജ്യൂസ് എടുത്ത് സ്വാതിയുടെ മുഖത്തേക്ക് തന്നെ ഒഴിച്ച് അവളെ അവിടെ നിന്നും ആട്ടി ഇറക്കി വിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം കൂടി ഓർത്തിട്ട് കണ്ണന് ശരിക്കും ഭ്രാന്ത് പിടിക്കുന്ന ഒരവസ്ഥയിലാവുന്നുണ്ട്. അതായത് മഹാലക്ഷ്മി ഇല്ലാത്ത ഒരവസരം നോക്കി എല്ലാവരും ഇപ്പോൾ തൻ്റെ തറവാട്ടിലേക്കും ജീവിതത്തിലേക്കും കടന്നു കയറാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവരുടെ എല്ലാം ഇടയിൽ കിടന്ന് എനിക്ക് ശ്വാസം മുട്ടി മരിക്കേണ്ടി വരും. അതിനൊറ്റ വഴിയേ ഉള്ളൂ, മഹാലക്ഷ്മിയെ തൻ്റെ ഭാര്യയെ തിരികെ തറവാട്ടിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടു വരിക. മഹി ഇവിടെയുണ്ടെങ്കിൽ ഒറ്റ ഒരെണ്ണവും പിന്നെ ഈ വീടിൻ്റെ പരിസരത്തേക്ക് പോലും അടുക്കില്ല. പിന്നെ തന്നെ വേണമെങ്കിൽ ഒരു പെൺകോന്തനെന്നോ മറ്റൊരുത്തൻ്റെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായി വളർത്താൻ തീരുമാനിച്ചിരിക്കുന്ന ഒരാളെന്നോ എന്ത് വേണമെങ്കിലും മറ്റുള്ളവർ പറഞ്ഞോട്ടെ, അതൊന്നും തനിക്കിനി ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് മഹാലക്ഷ്മിയെ തിരികെ കമലേശ്വരത്തേക്ക് തന്നെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് തീരുമാനിച്ചുറപ്പിക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ. അങ്ങനെ ഉടനെ തന്നെ കണ്ണൻ മഹിയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, താൻ ഇനി ഒരു നിമിഷം പോലും അവിടെ നിൽക്കരുത്, വേഗം തന്നെ ഇവിടേക്ക് എത്തണം മഹി. ഇല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കളെല്ലാവരും അതൊരു അവസരമായിട്ട് കണ്ട് അവർ പലതും ഇതിൻ്റെ മുതലെടുക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അതിനൊരവസരം നമ്മളായിട്ട് ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ മഹിയോട് തന്നോടൊപ്പം വരാനായിട്ട് കണ്ണൻ ആവശ്യപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്